Alhamdulillah, Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. صدق الله. ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. വളരെ അനുഗ്രഹീതമായ പരിശുദ്ധ റമദാനിൻ്റെ അവസാന ദിനങ്ങളിലാണ് നമ്മളുള്ളത്. ഒരുപക്ഷെ അവസാനത്തെ വെള്ളിയാഴ്ചയുമായിരിക്കാം. റമദാൻ മാസം നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒരു സന്ദർഭമായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയത്. നാം ഇതുവരെ ശീലിച്ചതിൽ നിന്നൊക്കെ മാറി തികച്ചും വ്യത്യസ്തമായൊരു ജീവിതം പരിശീലിക്കുകയായിരുന്നു. ഈ അവസാന സന്ദർഭത്തിൽ കുറേ ചെറിയ ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. ഒരു വിഷയാധിഷ്ഠിതം എന്ന രൂപത്തിലല്ല. അവസാനത്തെ 10 ഏറെ ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണ്. അല്ലാഹുവിൻ്റെ റസൂല് ഇദാ ദഖല അശ്റുൽ അവാഖിർ ശദ്ദ മിസ്റഹു വ അയ്ഖദ അഹ്ലഹു വ അഹ്യാ ലൈലഹു. അല്ലാഹുവിൻ്റെ റസൂൽ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചാൽ കുടുംബത്തെ വിളിച്ചുണർത്തും, രാത്രികൾ സജീവമാക്കും, അരമുറുക്കിയെടുക്കും. അരമുറുക്കിയെടുക്കുക എന്ന് പറയുന്നത് നല്ല ഒരുക്കം. യജ്തഹിദു ഫി അശ്റിൽ അവാഖിർ. അവസാനത്തെ 10 അല്ലാഹുവിൻ്റെ റസൂൽ നന്നായി പരിശ്രമിക്കുമായിരുന്നു. കാരണം അവസാനത്തെ 10 ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങൾ അവസാനത്തെ 10ലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അവസാനത്തെ 10 പ്രതീക്ഷിക്കുക.
അതും അവസാനത്തെ ഒറ്റയായ രാത്രികളിൽ. അത് 21-ാം രാവിനും 23-നും 25-നും 27-ാം രാവിലും 29-ാം രാവിലും പ്രതീക്ഷിക്കാം. ഓരോ ഒറ്റയായ രാത്രികളും പ്രത്യേകം ഹദീസുകളിൽ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. നമ്മളായിട്ടത് ഏതെങ്കിലും ഒരു രാത്രിയിലേക്ക് ചുരുക്കാൻ പാടില്ല, അങ്ങനെ ഖണ്ഡിതമായി പറഞ്ഞിട്ടില്ല. 27-ാം രാവിന് തന്നെയാണ് ലൈലത്തുൽ ഖദർ എന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. കാരണം റസൂൽ അത് 21-നും 23-നും 25-നും 29-നും പ്രതീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 29-ാം രാവിൽ പ്രതീക്ഷിക്കാൻ കുറേയേറെ ഹദീസുകൾ കാണാം. 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ നോമ്പ് കഴിഞ്ഞ മട്ടിലാണ് ആളുകളുടെ പ്രതികരണം. അങ്ങനെയില്ല. 27-ാം രാവ് കഴിഞ്ഞ് 29-ാം രാവ് വളരെ ശ്രേഷ്ഠമായ രാവാണ്. 27-ാം രാവ് കഴിഞ്ഞ് 28, 29 വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അപ്പം 27-ാം രാവ് കഴിയുന്നതോടുകൂടി പെരുന്നാളാവുക എന്നൊരു ശൈലി, അല്ലെങ്കിൽ നോമ്പിൻ്റെ ഹുർമത്തൊക്കെ വിട്ടുകളയുന്ന ശൈലി ഒഴിവാക്കണം. ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത സൂറത്തുൽ ഖദറിൽ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. വിധി നിർണായക രാവ് എന്ന് വേണമെങ്കിൽ പറയാം. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് എനിക്കറിയാമോ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലായികത്തുകളും ജിബ്രീൽ അലൈഹിസ്സലാമും അല്ലാഹുവിൻ്റെ സകല വിധിവിലക്കുകളുമായി ആ രാത്രിയിൽ ഇറങ്ങി വരും. സലാമുൻ ഹത്താ മത്ലഉൽ ഫജ്ർ. നേരം പുലരുന്നത് വരെ ആ രാത്രി സമാധാനപൂർണ്ണമാണ്. അപ്പോൾ ലൈലത്തുൽ ഖദറിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. ഓരോ വർഷത്തിലുമുള്ള ലൈലത്തുൽ ഖദറിൽ മലായിക്കത്തുകൾ ഇറങ്ങി വരും. റൂഹു എന്നതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ഭാഗധേയം നിർണയിച്ചുകൊണ്ടാണ് വരുന്നത്. അടുത്തൊരു വർഷം എന്തൊക്കെ നടക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും, ഇതൊക്കെ നിർണയിക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ്. അതുകൊണ്ടാണ് ആ രാവിലെ ഏറെ ശ്രേഷ്ഠത വന്നത്. ആ രാത്രിയെ സജീവമാക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. മൻ ഖാമ ലൈലത്തുൽ ഖദർ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആര് ലൈലത്തുൽ ഖദറിൽ നിന്ന് നിസ്കരിച്ചോ അവൻ്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. കാരണം ലൈലത്തുൽ ഖദറിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലമുണ്ട്. പക്ഷേ ഇവിടെ ഒരു തെറ്റിദ്ധാരണ നമ്മൾ ഒഴിവാക്കണം. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ്. 27-ാം രാവ് എന്ന് പറയുന്നത് റമദാൻ 26-നെ കുറിച്ചല്ല. ഒരു ദിവസം കണക്കാക്കപ്പെടുന്നത്, നമ്മൾ നോമ്പ് തുടങ്ങിയത് മഗ്‌രിബിന് തുടങ്ങിയിട്ടാണ്. റമദാൻ മാസം ആരംഭിച്ചത് മഗ്‌രിബിന് ആരംഭിച്ചതാണ്. മഗ്‌രിബിന് മാസം കണ്ടപ്പോൾ നമ്മൾ കണ്ടില്ല, അല്ലെങ്കിൽ മഗ്‌രിബ് മുതലാണ് റമദാൻ മാസം ആരംഭിക്കുന്നത്. പിറ്റത്തെ മഗ്‌രിബ് വരെയാണ് ഒരു ദിവസം. അപ്പോൾ റമദാൻ 27-ൻ്റെ രാവ് എന്ന് പറയുന്നത് 27-ന് തൊട്ടുമുള്ള രാത്രിക്ക് പറയുന്ന പേരാണ്. നമ്മൾ പലപ്പോഴും ഈ 27 രാവ് എന്ന് പറയുന്നത് ഈ രാവിന് മുമ്പുള്ള 26-ൻ്റെ പകലിനെയാണ്. അത് അബദ്ധമാണ്. 26-ൻ്റെ പകലല്ല 27 രാവ്. 27 രാവ് എന്ന് പറയുന്നത് 26-ൻ്റെ പകല് കഴിഞ്ഞ് മഗ്‌രിബ് മുതൽ സുബഹി വരെ ഹത്താ മത്ലഉൽ ഫജ്ർ, ഫജ്ർ വരെയാണ് ലൈലത്തുൽ ഖദർ ഉള്ളത്. അഥവാ ലൈലത്തുൽ ഖദർ
രാത്രിയാണ്. 27 രാവ് 25 രാവൊക്കെ രാത്രിയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അഹ്യാ ലൈലഹു തൻ്റെ രാത്രിയെ സജീവമാക്കിയത്. അപ്പം രാത്രികൾ സജീവമാക്കുക, ദീർഘമായി നമസ്കരിക്കുക, ഖുർആൻ ഓതുക, പ്രാർത്ഥനയിലും ദിക്റിലും ഏർപ്പെടുക. കാരണം വബിൽ അസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ, അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മദാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അള്ളാഹുവിനോടുള്ള പേടി മൂലം, ആഗ്രഹം മൂലം അവരുടെ പാർശ്വങ്ങൾ കിടപ്പറകളിൽ നിന്ന് ഉയർന്നു വരും. കേവല നമസ്കാരം മാത്രം പോരാ, അതിനെ ശക്തിപ്പെടുത്തും വിധം സദഖയും കൊടുക്കണം. അവർക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. അത് സക്കാത്തിനെ കുറിച്ചല്ല കേട്ടോ, സദഖയെ കുറിച്ചാണ്. സക്കാത്തൊക്കെ അതിൻ്റെ സമയങ്ങളിൽ കൊടുക്കണം. അപ്പോൾ ലൈലത്തുൽ ഖദറിൽ സദഖ ചെയ്യുന്നതും നമസ്കരിക്കുന്നതും ഇബാദത്തുകളിൽ ഏർപ്പെടുന്നതൊക്കെ ശ്രേഷ്ഠകരമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും വളരെ ശ്രദ്ധിച്ച് രാത്രികളെ സജീവമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അവസാനത്തെ 10 മഹാന്മാർ വിശേഷിപ്പിച്ചത് ഇത്ഖും മിനന്നാർ, നരകമോചനത്തിൻ്റെ 10 എന്നാണ്. അല്ലാഹുമ്മ ഇത്ഖിനി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എന്നെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണമേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. അഥവാ റമദാനിൻ്റെ അവസാനത്തെ 10 കണ്ണീരിറ്റിക്കൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യാൻ കഴിയണം. പടച്ചോനെ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ. നമുക്കൊക്കെ ഇനി വരാൻ കിടക്കുന്നത് അതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ ഇനി വരാൻ സംഭവിക്കാൻ കിടക്കുന്നത് മരിക്കണം. നമുക്കൊക്കെ നമ്മൾ മരിക്കണ ഒരു ദിവസം ഉണ്ടല്ലോ. അതേപോലെ നമ്മളെ മയ്യത്ത് കൊണ്ടുപോകുന്നത് ഖബറിൽ വെക്കൽ, ഖബറിൽ വെച്ചിട്ട് എല്ലാവരും തിരിച്ചു പോരല്, ആ ഖബറിൽ നമ്മൾ കുറേ കാലം കിടക്കല്, അത് കഴിഞ്ഞ് പുനരുജ്ജീവിപ്പിക്കപ്പെടണം, മഹ്ശറയിൽ നമ്മൾ നിൽക്കണം, അള്ളാഹിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലും കിട്ടാത്ത തീഷ്ണമായ മഹ്ശറയെ നേരിടണം, അള്ളാഹുവിൻ്റെ ഹിസാബിനെ നേരിടണം, അള്ളാഹിൻ്റെ കിതാബ് ഏറ്റുവാങ്ങണം, സിറാത്ത് പാലത്തിലൂടെ കടക്കണം, നരകത്തിലോ സ്വർഗത്തിലോ എത്തിച്ചേരണം. ഇതൊക്കെ ഇനി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ബാക്കി കിടക്കുന്ന കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ആലങ്കാരികമായിട്ട് പറയും, എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പെൺകുട്ടികളൊക്കെ കിട്ടിച്ചു വല്ല സുഖമാണ് ഇപ്പോൾ എന്ന് പറയും. അതൊന്നും ഒരു കാര്യമില്ല. ഇനി കിടക്കുന്നതാ വലുത്. നമ്മുടെ എല്ലാ ബന്ധങ്ങളും മറ്റുപോകുന്ന, നമ്മുടെ എല്ലാം നഷ്ടപ്പെടുന്ന, നാം ഇതുവരെ കെട്ടിപ്പൊക്കിയതൊക്കെയും തകർന്നടിയുന്ന, ആ ദുനിയാവുമായി വിട പറയുന്നൊരു മരണത്തെ ഞാൻ നിങ്ങളും നേരിടണം. ഒരുപക്ഷെ അല്ലാഹു തആല തന്ന അവസാനത്തെ റമദാനാകാം ഇത്. ഒരുറപ്പില്ല നമുക്ക് അടുത്ത റമദാനിൽ ഉണ്ടാകുന്ന ഒരാൾക്കും പറയാൻ കഴിയില്ല. കഴിഞ്ഞ റമദാനിലുണ്ടായ പല ആളുകളും, ഇപ്പള്ളിയിലുണ്ടായിരുന്ന പലരും ഈ റമദാനിൽ നമ്മുടെ കൂടെ ഇല്ല. അടുത്ത റമദാനിക്കുള്ളിൽ അല്ലാഹ് ആരെയാണ് സെലക്ട് ചെയ്യുക പറയാൻ കഴിയില്ല. എനിക്കെൻ്റെ റബ്ബിനോട് റമദാനിൻ്റെ സുദിനങ്ങളിൽ മനമുരുകിയും കണ്ണുനീരൊലിപ്പിച്ചും ദുആ ചെയ്യാനുള്ള എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സന്ദർഭമാണ് ഈ ദിവസങ്ങൾ എന്ന തോന്നലോടുകൂടി ഇനിയുള്ള ദിവസത്തെ ഉപയോഗിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതുമാത്രമല്ല, ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ പരലോകത്ത് എത്തിച്ചേരുമ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി നമുക്ക് കിട്ടണം. എന്തൊക്കെ ദുനിയാവിൽ കിട്ടി, എല്ലാം ലഭിച്ചു, പക്ഷെ പോയി വീഴുന്നത് നരകത്തിലാണെങ്കിലോ? നമ്മൾ ദുനിയാവിൽ വലിയ സുഖത്തിൽ, വലിയ ഐശ്വര്യത്തിൽ, വലിയ നേട്ടത്തിലൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അവസാനം ചെന്ന് വീഴുന്നത് നിത്യമായി ജീവിക്കേണ്ടി വരുന്ന ഖാലിദീന ഫീഹ, അതിൽ ശാശ്വതരാണവർ. ആ നരകം നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിന്റെ ചൂട് കഠിന ചൂടാണ്. അന്നാറുൽ കുബ്ര, ഭയങ്കര തീയാണ്. അല്ലത്തി തത്തലു അലൽ അഫ്ഇദ, ഹൃദയങ്ങൾ അള്ളിപ്പിടിക്കുന്ന തീയാണ്.
ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ, അതിലൊരു പാനീയമോ തണുപ്പോ ഇല്ല. ഇല്ലാ ഹമീമൻ വഗസ്സാഖ, ചുട്ടുതിളക്കുന്ന വെള്ളവും ദുർനീരും മാത്രമുള്ള നരകം. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അതിൽ ജീവിതമില്ല മരണമില്ല. അങ്ങനെയുള്ള ഒരു നരകം, കഠിന കഠോരമായ ശിക്ഷയുള്ള ഒരു നരകം, അതിൽ പോയി വീഴാന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. ഫബിഉസൽ മിഹാദ്, ചീത്ത സങ്കേതമാണത്. സഹോദരന്മാരെ, നമ്മളതിനെ ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ നരകത്തെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മഹാന്മാരായിരിക്കുന്ന ഖലീഫമാരായിരിക്കുന്ന മഹാന്മാരായ സഹാബാക്കൾ അതിനെക്കുറിച്ച് എപ്പോഴും ഓർത്ത് കരഞ്ഞിരുന്നവരാണ്. നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവാനില്ല. ഒരു കാര്യം ഇങ്ങനെ ഓർക്കുമ്പോൾ പഠിച്ചോനെ നരകത്തിലേക്ക് പതിക്കുമെന്ന് അവരെ മനസ്സിനെ മതിച്ചിരുന്നു. ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയാകാൻ നേരം, ജീവൻ അങ്ങ് കൊടുക്കണ നേരം, ദീനിനു വേണ്ടി 25-ാമത്തെ വയസ്സിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു വെറും 25 വയസ്സുള്ള പയ്യനാണ്. ദീനിനു വേണ്ടി തൻ്റെ ജീവൻ തൂക്കുമരത്തിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാൻ വേണ്ടി പോണ നേരം ആ ഖുബൈബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നുണ്ട്. ആ കരയുന്നത് തൂക്കുമരത്തെ നോക്കിയിട്ടല്ല, താനിപ്പോൾ അടുത്ത നിമിഷം തൂക്കുമരത്തിൽ ആടിക്കളിക്കോലോ എന്ന് പേടിച്ചിട്ടല്ല. പകരം ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ ബി ഖിദാറുൽ മൗതി ഇന്നി ലമയ്യിത്തുൻ വലാകിൻ ഖിദാരി ഹർനാരിൻ മുലഫഖി, കത്തിജ്വലിക്കുന്ന ഈ ഞാനിപ്പോൾ മരിച്ചു പോകുമല്ലോ എന്ന് പേടിച്ചിട്ടല്ല ഞാൻ കരയുന്നത്, കാരണം ഞാൻ മരിക്കാനുള്ളതല്ലേ. വലാകിൻ ഖിദാരി ഹർനാരിൻ മുലഫഖി, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. അപ്പോൾ നമ്മളെത്ര ഗൗരവത്തോടു കൂടി വിഷയത്തെ കാണണം. അതുകൊണ്ട് ഈ ദിനങ്ങളെ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ പ്രത്യേകം എന്നെയും നിങ്ങളെയും വസിയത്ത് നൽകുകയാണ്. സഹോദരന്മാരെ, റമദാനിൻ്റെ ഏതാണ്ട് അവസാനത്തെ ദിനങ്ങൾ എന്ന നിലക്ക് ചില കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്ന്, റമദാൻ മാസത്തിലൂടെ നമ്മൾ നേടിയെടുത്ത തഖ്വയും ദീനും പടച്ചോനോർത്ത് കൈവിടാതിരിക്കാൻ ഞാൻ നിങ്ങളും ശ്രമിക്കണം. ഇതൊരു തരം ഭാഗ്യക്കുറി പരിപാടി അല്ല. നമുക്ക് മുത്തഖിയാകാൻ അല്ലാഹു തആല തന്ന അവസരമാണ് റമദാൻ. ഈ റമദാനിന് ശേഷവും നമുക്ക് ദീനിനോടൊരു കൂറുമില്ല, പടച്ചോനോടൊരു അടുപ്പവും ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ രക്ഷിക്കാൻ മറ്റൊരു വഴിയില്ല. ഈ റമദാനിലൂടെയെങ്കിലും നമ്മൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസനായി തീരണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഒരിക്കലും പഴയ നിലയിൽ ജീവിച്ചാൽ പോരാ. ഈ റമദാൻ എൻ്റെ ജീവിതത്തിൽ നല്ലതായ ചില അവസരങ്ങൾ ഉണ്ടാക്കി എന്ന് നമുക്ക് തോന്നണം. ഇതുവരെ ഞാൻ നമസ്കാരത്തിൽ അശ്രദ്ധനാണെങ്കിൽ ഇനി ഞാൻ നമസ്കാരത്തിൽ ഒരൊറ്റ വഖ്ത് വിട്ടുപോകാതെ നിസ്കരിക്കുന്ന ഒരു നമസ്കാരക്കാരനായിരിക്കുമെന്ന് തീർച്ചപ്പെടുത്തണം. നോമ്പുകാലമായതുകൊണ്ടായിരിക്കും ചിലർക്ക് ഉറക്കം വരുന്നുണ്ട്. എത്ര കാലമുള്ള കാര്യം പറയും. ഒന്ന് മുന്നോട്ട് കയറിയിരിക്കുകയും ഒന്ന് ഉറക്കൊഴിയായൊക്കെ ചെയ്യാം. ലേശമൊന്നും മുന്നോട്ട് കയറിയിരുന്നിടത്ത ആളുകൾക്ക് സുഖം. അപ്പോൾ ഒന്ന് ഉറക്കമൊക്കെ ഒന്ന് പോവുകയും ചെയ്യും. ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ, നമ്മൾ നമസ്കാരത്തിൽ കണിശത കാണിക്കണം. ഇനി ഈ പള്ളിയിൽ വരുന്ന ഒരാളും നാളെ മഹ്ശറ ചെന്നിട്ട് ജുമാക്ക് മാത്രം വരുന്ന ആളായിട്ട് വരാൻ പാടില്ല. അതിന് മാത്രം പല പ്രാവശ്യം നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ഈ മിമ്പറിൽ വെച്ച് മലക്കുകളെ സാക്ഷി നിർത്തി പറഞ്ഞിട്ടുണ്ട്. ഒരു വഖ്ത് നമസ്കാരം മുടക്കിയാൽ വമൻ തറക്കഹാ ഫഖദ് കഫറ, അത് കാഫിറാകുന്നതിന് തുല്യമാണ്. ബൈനൽ മർഇ വൽ കുഫ്രി തർക്കുസ് സലാ, ഒരാൾക്കും കുഫ്രിനും ഇടക്കുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കല. തീർച്ചപ്പെടുത്തണം. അങ്ങനെ ഞാൻ ഇതുവരെ കഴിഞ്ഞത് പോട്ടെ, ഞാൻ അതിന് പറയുന്നില്ല. നമ്മൾ തൗബയെക്കുറിച്ച് ഞാനൊരു കുത്തുബ പറഞ്ഞിരുന്നല്ലോ. തൗബ ചെയ്യാം, പടച്ചോനോട് കരഞ്ഞ് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയാം. എന്നിട്ട് നിസ്കാരം ഇനി അങ്ങോട്ട് ഒരു വഖ്ത് വിട്ടുപോകാതെ അനുഷ്ഠിക്കുമെന്ന് നിശ്ചയദാർഢ്യമെടുക്കുക. അത്ര വലിയ പ്രയാസമുള്ളതൊന്നുമില്ല. മനുഷ്യന്മാരെല്ലാവരും അങ്ങനെയാണ്.
നിസ്കരിക്കണവരൊന്നും ഒരു വക്ത് വിട്ടു പോകില്ല. ഒരു വക്ത് വിട്ടാൽ പിന്നെ അവർക്ക് വല്ല ഭ്രാന്ത് പിടിക്കും. കൃത്യം നിസ്കരിക്കുന്ന ആളുകൾക്ക്, കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു വക്ത് നേരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ വല്ല എന്തോ സംഭവിച്ച പോലെയായിരിക്കും. അത് നമുക്കൊക്കെ ചിലപ്പോൾ സംഭവിക്കലുണ്ടല്ലോ. അപ്പോൾ നമസ്കാരം ജമ്മാക്കിയിട്ട് ജമ്മും കസറാക്കി യാത്ര പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ യാത്ര പോകുന്നു. ആദ്യമേ അസറിനെ ലൊഹറിലേക്ക് ജമ്മാക്കി യാത്ര പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അസറിൻ്റെ സമയത്തുമ്പോൾ ഇങ്ങനെ നിസ്കരിക്കണം. അങ്ങനെ ഈ ആൾ കിടന്ന് അസ്വസ്ഥനാവും. പിന്നെയാണ് അയ്യോ ഞാൻ ജമ്മാക്കിയിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ വരിക. നമസ്കാരം ശീലാക്കി നോക്കിയാൽ ഒരിക്കലും മറന്നു പോകില്ല, ഒരിക്കലും മറക്കൂല. ജമാഅത്തുകൾക്ക് പുരുഷന്മാർ ജമാഅത്തിന് പള്ളിയിൽ പോകാൻ താല്പര്യം കാണിക്കണം, അതിൽ കണിശത പുലർത്തണം. ഇതുവരെയുള്ള അവസ്ഥ അല്ല, ഞാൻ മാറുകയാണെന്ന് തന്നെ തീരുമാനിക്കണം. സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ ആളുണ്ടാകണം. ഇപ്പം ഈ ജുമാക്ക് പള്ളിയിൽ എത്ര ആളുണ്ടോ അതുപോലെയാണ് ദീനുൽ ഇസ്ലാമിലെ സുബഹി നിസ്കാരം. ഞാൻ പറഞ്ഞത് കൃത്യമാണ്. ദീനുൽ ഇസ്ലാമിലെ സുബഹി നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽ നിസ്കരിക്കേണ്ട ആൾക്കാരെല്ലാവരും സുബഹി ജമാഅത്തിന് എത്തലാണ്. അത്താഴത്തിന് എണീറ്റ് അത്താഴം കഴിച്ച് നോമ്പൊറ്റ ആൾക്കാർ ഇനി സുബഹി നിസ്കാരം മുടക്കാൻ പഠിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇനി സുബഹിക്ക് അവരെന്ത് ചെയ്യണം? ജമാഅത്തിന് പള്ളിയിൽ പോകണം. ഒരു നേരത്തെ സുബഹി ജമാഅത്തിന് പള്ളിയിൽ ആളെ കണ്ടില്ലെങ്കിൽ നാട്ടുകാർ അന്വേഷിക്കണം എന്ത് പറ്റിപ്പോയി. ഞാൻ പറയുന്നു കൃത്യമായിരിക്കണം. ജമാഅത്ത് നമസ്കാരങ്ങൾ ലക്ഷ്യം വെച്ച് നിസ്കരിക്കണം. ഒരു കാരണവശാൽ അതിൽ രക്ഷപ്പെട്ടു. കാരണം നാളെ മഹ്ശറിലെ ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ കുറിച്ചായിരിക്കും. പരലോകത്ത് പടച്ച തമ്പുരാൻ ആദ്യമായി ചോദിക്കുക നമസ്കാരത്തെ കുറിച്ചായിരിക്കും. ചിലരെങ്കിലും നമസ്കാരം ഇടയ്ക്ക് വിട്ടുപോകുന്നുണ്ട്. അവർ തെറ്റിദ്ധാരണ ആദ്യം തിരുത്തുക. ഇടയ്ക്ക് നിസ്കരിച്ചുകൊണ്ട് ഗുണമല്ല, ദോഷമാണ്. വല്ലപ്പോഴും നിസ്കരിക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. അങ്ങനെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധ കാണിക്കുന്ന ആളുകൾക്ക്, നമസ്കാരക്കാർക്ക് ശിക്ഷയാണ്. കിട്ടിയതായാലോ അങ്ങനെയില്ല. ജുമാക്ക് പോയാൽ കിട്ടിയല്ലോ, ബാക്കിയൊക്കെ പോട്ടെ. ഇല്ല, ഈ കിട്ടിയതിനെപ്പോലും നിഷ്ഫലമാക്കി കളയും. ഇന്ന് ജുമാ നമസ്കരിച്ച ഒരാൾ അസർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരു ഗുണവും ഈ ജുമാ നിസ്കാരം കൊണ്ടില്ല. ജുമാ നിസ്കരിച്ച ഒരാൾ ഇന്ന് അസർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് നിസ്കാരം? അങ്ങനെയുള്ളൊരു പരിപാടി അല്ല നമസ്കാരം. ഇന്ന് ലൊഹർ നമസ്കരിച്ച ആൾക്ക് ഈ ലൊഹറിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അയാൾ അസറും കൂടി നിസ്കരിക്കണം, മഗ്രിബും നിസ്കരിക്കണം. എങ്ങനെ ഈ സമുദായത്തിൽ റസൂലുള്ളാഹിയുടെ കാലത്ത് ഇങ്ങനെ ഒരു അവസ്ഥയില്ല. ഇപ്പം നമ്മളിങ്ങനെ മുസ്ലിം സമുദായമല്ലേ, ഈ മുസ്ലിം സമൂഹത്തിൽ 2-3 തരത്തിൽ കാണാം. ചിലർ റമദാനിക്ക് മാത്രം നിസ്കരിക്കുന്നവരുണ്ട്, ചിലർ ജുമാക്ക് മാത്രം കൃത്യത പാലിക്കുന്നവരുണ്ട്, ചിലർ ഇടയ്ക്കിടയ്ക്ക് നിസ്കരിക്കുന്നവരുണ്ട്, ചിലർ കൃത്യമായി നിസ്കരിക്കുന്നവരുണ്ട്. പക്ഷെ റസൂലുള്ളാഹിയുടെ കാലത്ത് അങ്ങനെയില്ല. എല്ലാവരും എങ്ങനെയാണോ സുബഹി നിസ്കാരം അങ്ങനെയാണ് ജുമാ നിസ്കാരം, എങ്ങനെയാണോ ളുഹർ നമസ്കാരം അങ്ങനെ തന്നെയാണ് അസ്ർ നമസ്കാരം. ഇതേതാനും കുറച്ച് പാവങ്ങൾ, പായസന്മാർ, കുട്ടികൾ, പണിയില്ലാത്തവരുമായ ആൾക്കാർ മാത്രം ജമാഅത്ത് നിസ്കരിക്കുക, ബാക്കിയുള്ളവർ നിസ്കരിക്കാതിരിക്കുക, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ നിസ്കരിക്കുക, അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഞാൻ അതുകൊണ്ട് നമസ്കാരം ഇടയ്ക്ക് മുടക്കിയവർ ഇന്ന് തന്നെ തൗബ ചെയ്യണം. എന്നിട്ട് അവരുടെ നമസ്കാരത്തിൽ കണിശത വെച്ച് പുലർത്താൻ കൃത്യമായി തീരുമാനമെടുക്കണം. അപ്പം അതോടുകൂടി അവരുടെ ജീവിതം ആകെ മാറും. അത്ഭുതകരമായൊരു ജീവിത സംസ്കാരത്തിലേക്ക് അവരെത്തും. 5 നേരത്തെ നമസ്കാരം വഴി അവരുടെ ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും ഇല്ലായ്മ ചെയ്യും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചവും നികൃഷ്ടവുമായ കാര്യത്തിൽ നിന്ന് നമസ്കാരം ഒരാളെ തടയും. മാത്രമല്ല ആ നമസ്കരിക്കുക വഴി പ്രകടമായ ഹറാമുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ ഞാൻ നാൾ പറഞ്ഞിരുന്നു, കുറേ കർമ്മങ്ങൾ ചെയ്യലല്ല തഖ്വ, അല്ലാഹ് വിരോധിച്ചതൊന്നും ചെയ്യാതിരിക്കലാണ് തഖ്വ. ഹറാമാണെന്ന് ഖുർആനും ഹദീസും ഇസ്ലാമും വ്യക്തമാക്കിയ ഒരു ഭാഗത്തേക്ക് കടക്കരുത്. മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ ആ മദ്യപാനം പരിപൂർണമായും ഒഴിവാക്കണം. അത് വലിയ ഹറാമാണ്, വലിയ കുറ്റാണ്. എന്നോട് ചില ആളുകൾ പറയുന്നത്,
നിങ്ങൾ പള്ളിയിൽ ആൾക്കാരെ കാണുമ്പോൾ ഇവരൊക്കെ നിസ്കരിക്കുന്നത് കാണുമ്പോൾ ഇവരൊക്കെ നല്ല മനുഷ്യന്മാരാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ പള്ളികളിൽ വിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പലരും രാത്രി മദ്യപിക്കുന്നവരാണെന്നാണ് പറയുന്നത്. ഈ പള്ളിയെക്കുറിച്ചല്ല, മൊത്തം കേരളത്തിലെ പള്ളിയിലെ മുസ്ലിമീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ സാധാരണ പറയലുണ്ടല്ലോ, ഖുത്തുബ തുടങ്ങിയ കാലം 985 ഞാൻ ഒരു പള്ളിയിൽ ഖുത്തുബ തുടങ്ങിയ കാലം. അന്ന് മദ്യത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചപ്പോൾ അത് ഖുത്തുബയിൽ പ്രസംഗിച്ചു. ഖുത്തുബ പറഞ്ഞു, മദ്യത്തിനെതിരായിട്ടൊരു ഖുത്തുബ. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇന്ന് എല്ലാവരും കൂടിയാണ് പൊതിഞ്ഞു. ഈ മദ്യത്തിനെതിരെ ഖുത്തുബ ആരെങ്കിലും പറയുമോ? കാരണം നിസ്കരിക്കണവരാരെങ്കിലും മദ്യപിക്കുന്നവരോട് ഇങ്ങനെ മദ്യത്തിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? മദ്യത്തിനെ കുറിച്ചുള്ള പ്രസംഗം നടത്തേണ്ടത് അങ്ങാടിയിലും തെരുവിലും അല്ലേ? പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നവരോട് മദ്യത്തിൻ്റെ ദൂഷ്യത്തെക്കുറിച്ച് കുത്തു നടത്തുന്നത് മഹാപൊട്ടത്തരല്ലേ? എന്താ ഞാനും അപ്പോൾ ആലോചിച്ചത്, ശരിയാണല്ലോ, അത് വലിയ തെറ്റായിപ്പോയി. പക്ഷേ ഇന്ന് എന്നോട് ചില ആളുകൾ പറയുന്നു, നിങ്ങൾ എവിടെ ഖുതുബ നടത്തിയാലും 3 മാസത്തിൽ ഒരിക്കലെങ്കിലും പള്ളിയിൽ മദ്യത്തിനെതിരെ ഖുതുബ നടത്തണം. കാരണം അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സമൂഹത്തിലും മുസ്ലിം കുടുംബത്തിലും മുസ്ലിം വീടുകളിലും രാത്രിയിലോ കുളിഞ്ഞോ തെളിഞ്ഞോ മദ്യപിക്കുന്നവരുണ്ട്. മദ്യപാനം ഒരു ഭാഗത്ത് നടത്തുന്നു, നിസ്കാരം വേറൊരു ഭാഗത്ത് നടത്തുന്നു. ഇത് ഇന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് പറയണമെന്നാണ് പറയുന്നത്. ഇത് ആരാ അള്ളാഹ്ക്കേ അറിയുള്ളൂ. കാണുമ്പോൾ മാന്യന്മാരെ പോലെയാണ്. ഇത് തന്നെയാണ് വ്യഭിചാരത്തിൻ്റെയും ലൈംഗിക വൃത്തികേടുകളുടെയും കഥ. എന്തെല്ലാം വൃത്തികേടുകൾ അതിൻ്റെ ഭീകര സമൂഹത്തോടു കൂടി സോഷ്യൽ മീഡിയയിലും നെറ്റ്വർക്കിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. പലിശ എന്ന് പറയുന്നത് അള്ളാഹ് പ്രഖ്യാപിച്ച കൊടും ഹറാമാണ്. ആ പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും ഭീകര ഹറാമാണ്. അള്ളാഹ് യുദ്ധപ്രഖ്യാപനം നടത്തിയ കാര്യമാണ്. പലിശയുടെ ഇടപാട് നടത്തിയിട്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പടുലോത്ത് പോയി തന്നെ നോക്കേണ്ടി വരും. കാരണം അത് അള്ളാഹ് ഒരു ഹറാമായ കാര്യം, വളരെ പ്രഖ്യാപിച്ചൊരു ഹറാമായ കാര്യം. അല്ലദീന യഅ്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പലിശ ഭുജിക്കുന്നവൻ പൈശാചിക ബാധയേറ്റവനെ പോലല്ലാതെ എഴുന്നേറ്റ് നിൽക്കില്ല എന്ന് അള്ളാഹ് പറഞ്ഞൊരു കാര്യം. പിന്നെ അയാൾ ഈ പൈശാചിക ബാധയേറ്റിട്ട് എങ്ങനെ നിസ്കരിച്ചാലാ ശരിയാകുക? അങ്ങനത്തെ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. മദ്യപാനം, വ്യഭിചാരം, പലിശ, ലോട്ടറിയുടെ ഒക്കെ പൈസ വെറുതെ കൊണ്ട് ആ കാശിന്, ആ ലോട്ടറിക്ക് വേണ്ടി ചെലവഴിച്ച കാശിനും അള്ളാഹ് കണക്ക് പറയണം. അഥവാ വല്ല ലോട്ടറി അത്ഭുതകരമായി കിട്ടിയെങ്കിൽ അതിനും അള്ളാഹ് കണക്ക് പറയണം. എവിടെ നിന്ന് കാശ് കിട്ടി, എവിടെ ചെലവഴിച്ചു? മിക്കവാറും അവരധ്വാനിച്ച പൈസ, ലോട്ടറിക്ക് വേണ്ടി ചെലവഴിച്ച പൈസക്ക് അള്ളാഹ് കണക്ക് പറയേണ്ടി വരിക ഉറപ്പാണ്. ലോട്ടറിക്ക് ചെറുപ്പക്കാരുടെ സദസ്സിലാണെങ്കിൽ അവർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട് എന്നാണ് പറയുന്നത്. ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവർ നമ്മൾ മനസ്സിലാക്കണം. ആ ലഹരി മരുന്നൊക്കെ ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ല. അവന് പിന്നെ ഒരു ഇസ്ലാം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ പോയിട്ട് മാറാനുള്ള പണി ചെയ്യണം. മഹാനായ ഡോക്ടർ യൂസുഫ് അൽ ഖറളാവിയെ ചാറ്റേഡ് വിമാനത്തിൽ വലിയൊരു പരിപാടിക്കായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അദ്ദേഹം നടത്തിയ ആകെ പ്രഭാഷണം, ഇത്രയും വലിയതൊക്കെ ചിലവാക്കി വലിയ പ്രഭാഷണം നടത്തിയ അദ്ദേഹം സിഗരറ്റ് വലിക്കരുത് എന്ന് മാത്രം പറയാനായിരുന്നു. സിഗരറ്റ് വലിക്കരുത്. കാരണം ഈ സിഗരറ്റ് എന്നെങ്ങാൻ അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്തുണ്ടായിരുന്നെങ്കിൽ കള്ളിനേക്കാളും മുമ്പ് അള്ളാൻ്റെ റസൂല് സിഗരറ്റായിരിക്കും നിരോധിക്കുക. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ തഖ്വ എന്ന് പറയുന്നത് കുറെ ഭക്തി കാട്ടലും കുറെ കാട്ടിക്കൂട്ടലും അല്ല. അള്ളാഹ് ഹറാമാക്കിയത് ജീവിതത്തിൽ ഹറാമാക്കലാണ്. അള്ളാഹ് ഒഴിവാക്കാൻ പറഞ്ഞത് ജീവിതത്തിൽ ഒഴിവാക്കലാണ്. ഇത് തീരുമാനമെടുത്തെങ്കിലേ നമുക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ, നോമ്പ് വെക്കാൻ പറ്റുള്ളൂ, ഈമാനുള്ള ആളായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഇരുന്ന് വീട്ടിൽ പോയിട്ട് കണക്കുട്ടി നോക്കി ആരോഗ്യത്തോടു കൂടി എത്ര കൊല്ലം ജീവിക്കുമെന്ന് കുറച്ച് കാലമേ ഉള്ളൂ. ചിലപ്പോൾ ആയുസ് അല്ല 100-150 തന്നേക്കാം. പക്ഷേ ആരോഗ്യത്തോടു കൂടി ജീവിക്കലല്ലേ കാര്യം. വളരെ കുറച്ച് കാലേ നമുക്കൊക്കെ ഇനി ജീവിതം ഉണ്ടാവുള്ളൂ. ആ ശിഷ്ടകാലമെങ്കിലും അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നന്നായി ജീവിക്കാൻ ഈ റമദാനിൽ നമ്മൾ തീർച്ചപ്പെടുത്തണം. അള്ളാഹ് ഉദവി നൽകിയാൽ, അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ ഈ റമദാനിൻ്റെ പോരിശ കൊണ്ട്
നമുക്കതിന് സാധ്യമായി തീരുമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ തീരുമാനമെടുക്കുന്ന ഒരു റമദാനായിട്ട് ഇത് മാറിയാൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമാണ്. അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ എന്ന ഒരു വ്യക്തി മാത്രമല്ല, നമ്മുടെ ഒരു കുടുംബത്തിനും കൂടി നന്നാക്കണം. നമ്മൾ വളരെ ശ്രദ്ധിക്കണം കുടുംബത്തിൻ്റെ കാര്യത്തിൽ. നമ്മൾ എന്തെല്ലാം അധ്വാന പരിശ്രമങ്ങളാണ് നമ്മളെ മക്കൾക്ക് വേണ്ടി, നമ്മളെ ഭാര്യയ്ക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യണത്. എന്നിട്ട് ഈ മക്കൾ നരകത്തിൻ്റെ വിറകാണെങ്കിലോ, നാളെ നമ്മൾ സ്വർഗത്തിലായാൽ പോയാലും മക്കൾ നരകത്തിൽ കിടന്നാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്നുള്ള നിനക്ക് വളർത്തിയ മക്കളാ. ഒരു ചെറിയ പരിക്ക് പറ്റിയെന്ന് കേട്ടാൽ കരയണ മാതാപിതാക്കളാണ് നമ്മൾ. അവർക്കൊരു പ്രയാസം വന്നാൽ, രോഗം വന്നാൽ സങ്കടപ്പെടുന്നവരാ നിങ്ങൾ. പക്ഷേ ഈ മക്കൾ നരകത്തിൽ വീണ് കാലാകാലം നരകത്തിൽ പതിക്കുന്നതിൽ ഒരു പ്രയാസം ആർക്കില്ല. അതുകൊണ്ട് നല്ല ശ്രദ്ധ, മക്കളെ ദീനുള്ള മക്കളാക്കി വളർത്താൻ, ഭാര്യയെ ദീനുള്ള ഭാര്യയാക്കി മാറ്റാൻ, ഭർത്താവിനെ ദീനുള്ള ഭർത്താവാക്കി മാറ്റാൻ, കുടുംബത്തെ ദീനുള്ള കുടുംബമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. ആ കുടുംബത്തിനകത്തൊരു ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അൽഹംദുലില്ലാഹ് എങ്കിൽ വളരെ സന്തോഷമായിരിക്കും, മനസ്സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. ആ വീട്ടിനകത്ത് നല്ല ശാന്തിപരമായ അവസ്ഥ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അവിടെ ഖുർആനോത്ത് നടക്കണം, ദീനിയായ കാര്യങ്ങൾ നടക്കണം. നമ്മളെ പെൺകുട്ടികളെ പുറത്തേക്കൊക്കെ വിടുമ്പോൾ അല്പം ഡ്രസ്സും ദീനൊക്കെ മര്യാദയുള്ള കുട്ടികളാക്കി പുറത്തേക്ക് വിടണം. അല്ലെങ്കിൽ അവർ നിരീശ്വരവാദികളാവും, നിർമ്മതവാദികളാവും, മതനിഷേധികളാവും. കാരണം അവർ പഠിക്കുന്നത് സംഘപരിവാർ പഠിപ്പിക്കുന്ന പാഠപദ്ധതികളാണ്.